വിശ്വപ്രസിദ്ധ കവി രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. ഗീതാഞ്ജലി. രാജകുമാരന്റെ കമനീയമായ വസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും ആവൃതനായിരിക്കുന്ന കുട്ടിക്ക് പക്ഷേ അവന്റെ ലീലകളിൽ ആമഗ്നനാവാൻ കഴിയുന്നില്ല. ഓരോ ചുവടിലും അവന്റെ ആഘോഷങ്ങൾ അവനെ തടഞ്ഞുകൊണ്ടിരിക്കും. തളർന്നു പോകുമെന്നും പൊടിയാൽ മൂടപ്പെട്ടു പോകുമെന്നും ഭയന്ന് അവൻ ലോകത്തിൽ നിന്നു തന്നെ വേർപെട്ടു നിൽക്കാൻ ശ്രമിക്കും. വിലപിടിപ്പുള്ളവയെങ്കിലും അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ ഭൂമിയിലെ ഏറ്റവും മൂല്യവത്തായ ചലനങ്ങളിൽ നിന്ന് അവനെ അകറ്റി നിർത്തുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള ആത്യന്തികമായ നേട്ടം എന്താണ്? കമനീയമായ മനുഷ്യവംശ നാടകത്തിലേക്ക് പ്രവേശിക്കാനാവാതെ അവനെ തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ മനുഷ്യന്റെ ആഡംബര ഭ്രമത്തിന്റെ അർത്ഥരാഹിത്യത്തെക്കുറിച്ചാണ് ഗീതാഞ്ജലി 8-ാം അധ്യായത്തിൽ കവി പ്രതിപാദിക്കുന്നത്. പ്രഥമാധ്യായങ്ങളിൽ കണ്ട കേവലവും ശുദ്ധവുമായ ദൈവസ്തുതികളുടെ ശൈലി സാമൂഹികമായ ദുരാചാരങ്ങളെയും ആഡംബര ഭ്രമങ്ങളെയും കൂടി സ്പർശിച്ച് കൂടുതൽ വിപുലമായ മാനങ്ങൾ ആർജിക്കുന്ന മാറ്റത്തിന്റെ സൂചനകളും 8-ാം അധ്യായം മുതൽ കാണാൻ കഴിയുന്നു. സർവാഭരണവിഭൂഷിതൻ രാജസുതനൊരുവനെങ്കിലും ആസ്വദിച്ചിടുന്നീലല്ലോ മഹിതമാമീ മണ്ണിൻ മഹാഘോഷങ്ങളൊന്നുമേ. സർവാഭരണവിഭൂഷിതൻ രാജസുതനൊരുവനെങ്കിലും ആസ്വദിച്ചിടുന്നീലല്ലോ മഹിതമാമീ മണ്ണിൻ മഹാഘോഷങ്ങളൊന്നുമേ. വസനങ്ങളിൽ കറപുരണ്ടിടുമോ, വസനങ്ങളിൽ കറപുരണ്ടിടുമോ ചേണുറ്റതാമീ കങ്കണമണികൾ തകർന്നുടയുമോ? കവർന്നിടുമോ ചോരന്മാരാഭരണമഖിലവും, കവർന്നിടുമോ ചോരന്മാരാഭരണമഖിലവും? ഏവം ചിന്തിച്ചാധി പെരുകിടവേ എങ്ങനെ ആസ്വദിക്കുമൊരുവൻ മഹീശസുതനവനെങ്കിലും? മണ്ണിതിൻ മഹാജാലങ്ങളൊരൽപ്പമെങ്കിലും മഹാനാഥ.